ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ കൊച്ചി ടു മണാലി സീരീസിലെ അടുത്ത എപ്പിസോഡിൽ സെക്കൻഡ് ഡേ അറ്റ് മണാലിയാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്മളിന്ന് മഞ്ഞുമല കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നതാണ്. ഇവിടുത്തെ ഫുഡ് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ദിവസത്തെ ഫുഡും. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റും ചായയൊന്നും കുടിച്ചാലും മതിയാവില്ല കേട്ടോ. 2-3 തവണയ്ക്കാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചൂട് ചായ തണുപ്പത്ത് ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സുഖം. അങ്ങനെതാണ്. പൂരി, ചന മസാല, ബ്രെഡ് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ കുറേ ചായ കുടിച്ചു. മഞ്ഞ് കാണാൻ ആഗ്രഹിച്ച് വന്നിട്ട് ഗൈസ്, സോളങ് വാലിയിൽ മഞ്ഞില്ല, സിസുവിൽ മഞ്ഞില്ല. അപ്പോൾ ഇനി ഗ്രാംഫു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മഞ്ഞുണ്ടെന്നാണ് പറയുന്നത് ഇവർ. അപ്പോൾ ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ക്യാബ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാബ് ഡ്രൈവർ എത്തിയിട്ടില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ, പക്ഷെ തണുപ്പിനൊരു കുറവില്ല. -6 ഒക്കെ ആയിരുന്നു രാവിലെ, ഇപ്പോൾ ഒരു 1 ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഗ്രാംഫുൽ പോയിട്ട് മഞ്ഞ് കാണാം. അപ്പം ഞങ്ങളൊരു 9:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഡ്രൈവർ വന്നിട്ട്. അതങ്ങനെ ഇവിടുന്ന് ഒരു 46 കിലോമീറ്റേഴ്സോളം ഉണ്ട് ഗ്രാംഫു എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പാക്കേജിനകത്ത് സിസു വരെയാണ് ആക്ച്വലി ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതായത് മഞ്ഞ് കാണുന്ന ലൊക്കേഷൻ ജനറലി സിസു ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇപ്പം മഞ്ഞില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് നമ്മളൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൂടെ കൊടുക്കണം. ഈ ഡ്രൈവർക്കുള്ള പേയ്മെൻറ്റ് കുറച്ചേ ആവുള്ളൂ. പിന്നെ ഇവർ നമ്മളെ ആ സ്നോയിൽ ഇടാനുള്ള ഡ്രസ്സ് കിട്ടുന്ന കടകളിൽ നിർത്തും കേട്ടോ. അത് ആക്ച്വലി മാൻഡേറ്ററി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നനയില്ല, നല്ല സ്നോ ഒക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഗ്ലൗസും ഷൂസും മാൻഡേറ്ററി ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വാങ്ങണ്ട, പക്ഷേ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതാ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ എനിക്ക് അവിടെ അഡൽട്ട് സൈസിൽ കിട്ടിയില്ല കേട്ടോ. എനിക്ക് സ്മോൾ സൈസ് കിഡ്സ് സെക്ഷൻ എന്നാണ് എനിക്ക് ഡ്രസ്സ് കിട്ടിയത്. കറക്റ്റായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അധികം റേറ്റ് ഒന്നും ആവില്ല കേട്ടോ, ഒരു 400 ഉള്ളിലെങ്ങാണ്ടേ ആവുള്ളൂ തോന്നുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. ഇതാണ് ഗൈസ് സ്നോ ഇല്ലാത്ത സോളങ് വാലി. പ്രഡിക്ഷൻ അല്ലേ, ഉറപ്പൊന്നുമില്ലല്ലോ. സോ നമ്മളിതാ ഗൈസ് അടൽ ടണൽ കയറാൻ പോവുകയാണ്. ഞങ്ങൾ കുറച്ച് മഞ്ഞൊക്കെ അവിടെ ഇവിടെ യു പിയിൽ ഉറങ്ങി തൂങ്ങിയിരിക്കുന്നു. യു പി അപ്പൊ അതായത് നമ്മൾ അടൽ ടണൽ കയറാൻ പോവാണ്. പിന്നെ അവിടെ ഇവിടെ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അടൽ ടണൽ അല്ലെങ്കിൽ റോത്താങ് ടണൽ എന്നാണ് കേട്ടോ ഈ ടണലിൻ്റെ പേര്. ഇതിൻ്റെ ലെങ്ത്ത് ഓൾമോസ്റ്റ് 9.02 കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ ഇതാണ് വേൾഡിലെ ലോങ്സ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഹൈവേ ടണൽ. നമ്മുടെ ഹിമാലയൻ റീജിയനിലാണ് ഇത് വരുന്നത്. അതുപോലെ ഇത് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണാലിനെയും ലാഹോൾ സ്പിതി വാലിനെയാണ് കണക്ട് ചെയ്യുന്നത്. അവിടുത്തെ റോത്താങ് പാസ്, അതായത് ആ ഒരു ചുരമൊക്കെ നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ട് എളുപ്പത്തിൽ അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ പറ്റും. ഈ ടണൽ നമ്മൾ ഇറങ്ങി പുറത്ത് വരുമ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും റോഡ് ഉണ്ട് കേട്ടോ. നമ്മൾ റൈറ്റിലേക്കുള്ള റോഡ് എടുത്തിട്ടാണ് പോകുന്നത് ഗ്രാംഫുലേക്ക്. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ലേയിലേക്കൊക്കെ ഉള്ള വഴിയാണ് കേട്ടോ അത്. അങ്ങനെ ഇതാ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ പോകാനുണ്ട് ഇനി നമ്മളെ ഗ്രാംഫുൽ എത്താൻ വേണ്ടിയിട്ട്. നമ്മളീ പോകുന്ന വഴിയിലൊക്കെ ആയിട്ട് ഈ ഒരു റിവർ കാണാം കേട്ടോ, ഫ്ലോ ചെയ്ത് പോകുന്നത്. അപ്പം അതിൻ്റെ പേരാണ് ചന്ദ്ര റിവർ. ഈ ഒരു ചന്ദ്ര റിവറും വേറൊരു റിവറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചെനാബ് റിവർ ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഈ ഒരു റിവറാണ് ഒരു സൈഡിലുണ്ടാവുക നമ്മുടെ. അങ്ങനെ ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇവിടെയൊക്കെ കുറേ വണ്ടികളുണ്ട്. കുറച്ചുകൂടെ ഞങ്ങൾ മുകളിൽ പോയിട്ടോ നിർത്തിയ, കാരണം നമുക്ക് മഞ്ഞ് നന്നായിട്ട് കാണണമല്ലോ. അപ്പോൾ അതാ കുറച്ചുകൂടെ മുകളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ എത്തി ഗൈസ്. അപ്പോൾ ഇതവിടെ ഇങ്ങനെ ATV ബൈക്സ് കുറേ കാണാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് കയറിയിട്ട് മുകളിൽ പോകാം. 2 പേർക്ക് എനിക്ക് തോന്നുന്നു 4000 3000 എന്തോ ആയിരുന്നു. അപ്പം നമ്മളത് എടുത്തില്ല, നമ്മൾ നടന്ന് കയറുക ചെയ്തത്. അങ്ങനെ നമ്മൾ ഫൈനലി ഗ്രാംഫുൽ എത്തി ഗൈസ്. ഇതാണ് ഗ്രാംഫു. ഇവിടെ കുറേ മഞ്ഞുണ്ട് കേട്ടോ, പക്ഷേ കയറാൻ പറ്റുമോയെന്നറിയില്ല. കുറച്ച് കയറിയപ്പോഴത്തേന് എനിക്ക് ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് കയറി നോക്കാം. ഞങ്ങളൊരു ചായ കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് മാളു ഗ്രാംഫു? സൂപ്പർ.
കാണാൻ അടിപൊളി, ഇഷ്ടംപോലെ. ഇവിടെ നല്ല മഞ്ഞൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇനി കയറി അങ്ങടെ എത്തണം. അവിടെയൊക്കെ നല്ലോണം മഞ്ഞുണ്ട്. പിന്നെ കാണില്ല, വെയില് കാരണം. വലിയ വെയിലാണ്. വരുവാണെങ്കിൽ നല്ല നേരത്തെ വരണം. ഇപ്പൊ എത്രയും സമയം 11:30 മണിയായി. നല്ല വെയിലാണ്. എന്തായാലും കുറച്ചും കൂടെ ഡിസംബർ ലാസ്റ്റ് ഒരു ജനുവരി ആ റേഞ്ചിൽ വന്നാൽ കുറച്ചും കൂടെ മഞ്ഞുണ്ടാവുള്ളൂ. അതെ, ഇത്തവണ ഒട്ടും മഞ്ഞ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അവർ പറയണത് മഞ്ഞ് പെയ്യേണ്ട സമയമാണ്, പെയ്തിട്ടില്ല എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കാം. കണ്ണാടി ഊരി നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കണ്ണൊക്കെ പൊട്ടി പോണ പോലത്തെ വെയിലാണ്. അതെ 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 അതെ, അമ്മാതിരി വെയിലാണ് ഇവിടെ. അപ്പോൾ നമുക്ക് കയറി നോക്കാം ഗൈസ്. പിന്നെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുക, മാഗിയുടെ ടേസ്റ്റ് കൂടുക. ഇവരുണ്ടാക്കുന്നതിൻ്റെ ആണോ എന്താണെന്നറിയില്ല, അത് ഉയരത്തിൻ്റെ ആണോ. അവിടുത്തെ മാഗി എന്ത് ടേസ്റ്റാണെന്നറിയോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു മാഗി കഴിച്ചു, അതുപോലെ തന്നെ ചായ കുടിച്ചു. എന്നിട്ടാണ് അവിടെ കയറുന്നത്. പിന്നെ ഈ സ്നോയിൽ കൂടെയുള്ള നടത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ, ഭയങ്കര സ്ലിപ്പറി ആണ്. അപ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സ് വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ ബൂട്ട്സ് മസ്റ്റായിട്ട് വാങ്ങിക്കുക. പിന്നെ അവിടുന്ന് ഗ്ലൗസ് നമ്മൾ വാങ്ങിക്കുന്നത് നമുക്ക് തന്നെ എടുക്കാം കേട്ടോ, അത് അവർക്ക് തിരിച്ചു കൊടുക്കണ്ട. ബാക്കിയുള്ള ഡ്രസ്സും ബൂട്ട്സൊക്കെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മസ്റ്റായിട്ട് ബൂട്ട്സ് മേടിക്കുക. നമ്മുടെ ഷൂസ് ആണെങ്കിൽ എന്തായാലും വീഴും, ഇതേ സ്ലിപ്പറി ആണ്, ഇവർ തരുന്നതേ സ്ലിപ്പറി ആണ്. ബട്ട് സ്റ്റിൽ ബെറ്റർ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡെക്കാത്തലോണിൽ നിന്നൊക്കെ മേടിച്ച് നല്ല സ്നോ ബൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് വരാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു തവണ വരുന്നതിന് അത്ര സ്പെൻഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എക്കണോമിക്കലായിട്ട് ഇവിടുന്ന് ഈ ബൂട്ട്സ് മേടിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ സ്നോ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും ആഗ്രഹവും കാരണം ഞാൻ ഇതവിടെ കയറി വന്നു. പക്ഷേ കയറാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടുന്നു, ബ്രീതിങ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ കയറിയുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ഒരു പറപ്പുറത്ത്. ഇനിയും കുറേയും കൂടെ മേലോട്ട് കയറിയാൽ അവിടെയൊക്കെ സ്നോ ഉണ്ട്. പക്ഷേ വലിയ കാര്യമായിട്ട് ഫ്രഷ് ഒന്നും എല്ലാം തോന്നുന്നത്, അത് ഉറച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, നമ്മുടെ ആഗ്രഹം തീരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മതി, നമ്മുടെ ആഗ്രഹം. അയ്യോ, അപ്പം യുപിയും അവനും കൂടെ അതാ കുറച്ചുകൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ കയറിപ്പോയി. മാള് താഴെ റെസ്റ്റ് എടുക്കാം, മാളിന് കയറാൻ വയ്യ, എനിക്കൊട്ടും വയ്യ. അപ്പം ഞാനിവിടെ ഇരിക്കുകയാണ്. ഞാൻ ഈ പറപ്പുറത്ത് പറഞ്ഞതിൽ കിടന്നു. വെയിലും കൂടി ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു കേട്ടോ. വെയിലൊരു രക്ഷയില്ല. കണ്ണാടി ഊരിയിട്ട് നോക്കാവുന്ന നടക്കണ കാര്യമല്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, സ്നോ കണ്ടതിൻ്റെ സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടറിയണം, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് കാണണം, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ സ്നോ ആക്ടിവിറ്റീസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഡ്രസ്സ് വാങ്ങിക്കുന്നിടത്ത് നിന്ന് നമ്മളെ കൊണ്ട് സ്നോ ആക്ടിവിറ്റീസ് എടുപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് സോളങ് വാലിയിലും സിസുവിലൊന്നും സ്നോ ഇല്ല. പിന്നെ ഇങ്ങോട്ട് ദൂരേക്ക് വന്നിട്ടാണല്ലോ സ്നോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ നിന്ന് നമുക്ക് ആക്ടിവിറ്റീസ് കിട്ടും, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. പക്ഷെ ഞങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ ഈ സ്നോയിൽ സ്ലൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തില്ല. ഇവിടെ എല്ലാവരും ഇരുന്ന് സ്ലൈഡ് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. സ്ലൈഡ് ചെയ്ത് താഴെ എത്തിയപ്പോഴത്തേന് എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലൗസ് ഊരിപ്പോയി. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ആ ഐസിൽ പോയിട്ടാ വീണത്. അടിച്ചൊന്നുമില്ല,
പക്ഷേ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഫ്രീസായി പോയി കൈ അവിടെ ഉള്ളതായിട്ടേ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ഒരു പാറയിൽ വെച്ചിട്ട് കൈ ചൂടാക്കുകയാണ് ചെയ്തത് ഗൈസ്. അയ്യോ വിഷയമായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഇതാ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകാൻ താഴേക്ക് ഇറങ്ങി. പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു, എന്തെങ്കിലും കഴിക്കണേ. താഴെ എത്തിയിട്ട് വീണ്ടും ഞങ്ങൾ ഒരു മാഗി അതുപോലെ തന്നെ മോമോസും ചായ എല്ലാം കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ പിന്നെ റിമൂവ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞങ്ങളിതാ തിരിച്ച് വീണ്ടും പോവാണ് നമ്മുടെ റിസോർട്ടിലേക്ക്. എന്താ മാഡം പരിപാടി? അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് വീണ്ടും ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങി. അങ്ങനെ നമ്മുടെ സോളങ് വാലിയിലുള്ള അഞ്ജനി മഹാദേവ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ. നമ്മുടെ ഡ്രൈവർ പറഞ്ഞു, സതീഷ് ഭയ്യ പറഞ്ഞു ഈ അമ്പലം നൈസാണ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് സോളങ് വാലിയിൽ നിന്ന് ATV ബൈക്കിൽ വേണം പോകാൻ. അത് എനിക്ക് തോന്നുന്നു 3000 ആണ് 2 പേർക്ക്. അടിപൊളി റൈഡായിരുന്നു. അഞ്ജനി മഹാദേവ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് പോണേ. അപ്പം നമ്മൾ വന്ന വണ്ടി എന്തായിരുന്നു? AVTയുടെ വണ്ടിയിൽ നമ്മൾ ഇങ്ങോട്ടാക്കി തന്നു. പക്ഷെ അവിടെ നിന്ന് കുറച്ച് നടന്നില്ല, വയ്യ, കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങില്ല. അല്ലെങ്കിലും ശിവൻ എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോയിരിക്കണേ. എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് അടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ സുഖമായിട്ട് വന്ന് കാണുന്നു. ശിവ, ശരിക്കും നിങ്ങൾ ആരാണ്? അഞ്ജനി. ശിവന്റെ ആഗ്രഹം നമ്മൾ കഷ്ടപ്പെട്ട് ചെന്ന് കാണണം. ഈ അമ്പലത്തിലേക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സോളം പോകാനുണ്ട്. പിന്നെ നമ്മൾ ഈ ATVയിൽ വന്ന് ഇറങ്ങിയിട്ട് വീണ്ടും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറി വേണം പോകാൻ. വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നിട്ട് വീഴുകയാണ് ചെയ്യുക ശിവലിംഗത്തിൻ്റെ പുറത്ത്. അങ്ങനെയാണ് ഇവിടെ അമ്പലം. പിന്നെ ഇവിടെ ഒരു വേറൊരു മന്ദിറും വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കയറുന്നിടത്ത്, സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത്. അവിടെ നമുക്ക് ചൂട് കാഞ്ഞിരിക്കാം. ഷൂസൊക്കെ അവിടെ റിമൂവ് ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. സൺസെറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ തണുപ്പ് വന്നു തുടങ്ങി, തണുപ്പ് കൂടി തുടങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ചൂട് കായി വരുന്നു കേട്ടോ. കൈയൊക്കെ ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. എന്റെ ഫോണിൽ എടുക്കണം, ഇത് നൈറ്റ് കിട്ടും എനിക്ക് തോന്നണല്ലോ ഇതിനകത്ത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിട്ടോ മാളിൽ. അപ്പോൾ അവിടെ മൊത്തം ഐസ് മൂടി കിടക്കുമായിരുന്നു. ശിവലിംഗം ഒന്നും കാണുന്നുണ്ടായില്ല, മൊത്തം ഐസിലായിരുന്നു. എൻ്റെ വെള്ളച്ചാട്ടം ജസ്റ്റ് ഒരു കുഞ്ഞ് ചാല് പോലെ ഒഴുകുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ആ വെള്ളം കറക്റ്റ് വീഴുന്നത് ഇതിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അങ്ങനെയായിട്ടാണ് കണ്ടത്. ശിവലിംഗമൊക്കെ കംപ്ലീറ്റ് ഫ്രോസൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ കാണാനുള്ളത് ഇവിടെ. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് റൂമിൽ എത്തിയിട്ടോ ഗൈസ്. ഫുഡൊക്കെ കഴിച്ചു, നല്ല വിശപ്പുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു. വേഗം കഴിച്ചതാ കിടക്കാൻ പോവാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ ബൈ.